ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വക ഈദ് ആശംസകൾ. അപ്പോൾ നമുക്ക് ഈ വർഷം ചെറിയ രീതിയിലാണ് ഈദ് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല. ഇപ്പോഴത്തെ സ്ഥിതിഗതികളും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ. അതൊക്കെ ഒന്ന് മാറി ഉഷാറായി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വലിയ പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾക്ക് ഡ്രസ്സും നമുക്കും ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫ്ലാറ്റിന് ഉള്ളിൽ തന്നെയുള്ള ചെറിയ ആഘോഷങ്ങളാണ്. അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഇൻഷാ അല്ലാഹ് കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ആഘോഷിക്കാം. ഇതാ ഇതിൻ്റെ തലേന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിൽ നിന്ന് വന്ന ബോക്സ് പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇതാ രണ്ടുപേരും കൂടെ പറക്കിയെടുത്ത് പിന്നെ കളിക്കാനും ഇടാനും ഒക്കെ തുടങ്ങി. ഡ്രസ്സൊക്കെ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ രണ്ടുപേരും ഓരോ സാധനങ്ങൾ ഓരോ വഴിക്ക് എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ഇടുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. മക്കൾ എഴുന്നേറ്റപ്പോൾ തന്നെ അവരെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി അവരുടെ ഓരോ ജോഡി ഡ്രസ്സ് പുതിയതിട്ടൊക്കെ കൊടുത്ത് നിർത്തിയതാണ്. അപ്പം മുട്ടകുലയ്ക്ക് സോങ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവർ എണീക്കുന്നതിന് മുന്നേ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അവന് പാലൊക്കെ കുടിച്ച് പുതിയ കപ്പൊക്കെ കാണിക്കുവാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാവേ. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിലെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നൊരു ഈദ് ഗിഫ്റ്റാണത്. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചു. ഹസ്ബൻഡാണ് മെയിനായിട്ട് അന്ന് ബിരിയാണിയൊക്കെ വെച്ചത്. ഞാനും കുഞ്ഞുങ്ങളുടെ പുറകിലൊക്കെ നടക്കുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എൻ്റെ ഡ്യൂട്ടി. പിന്നെ ബിരിയാണിയൊക്കെ ആൾ വെച്ചു. അപ്പോൾ ദമ്മിടാൻ നേരം ഞാൻ പോയി നിന്ന് ചുമ്മാ വീഡിയോ എടുത്തതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കാനിരുന്നപ്പോഴത്തേക്ക് ഞാൻ ബിൽഡിങ്ങിൽ നിന്ന് തന്ന ഗിഫ്റ്റും ഞാനൊരു കാർഡൊക്കെ ചെയ്തതും കൂടെ കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുത്തതാണ്. കാർഡിൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാറും പൂവും സ്റ്റാറും മൂണും ഒക്കെ വെച്ച് സെറ്റ് ചെയ്താണ് കൊടുത്തത്. പിന്നെ അവരതൊക്കെ വെച്ച് കുറച്ച് നേരം കളിച്ച ക്ലിപ്സാണ്. കളിപ്പാട്ടമല്ലടാ കണ്ണ. ഒരു മുട്ടായി. പിന്നെ മുട്ടായി ഇത് മുട്ടായി കടിക്കല്ലേ. അതിനുശേഷം അവർ പിന്നെ പെട്ടെന്ന് പ്ലാൻ ഇട്ടു പുറത്ത് പോകാനായിട്ട്. അങ്ങനെ അവർ നാലുപേരും കൂടെ പുറത്ത് പോയി. ഞാൻ കുറച്ച് നേരം വീട്ടിലിരുന്നു. പിന്നെ കുറച്ച് പരിപാടീസും പിന്നെ വീഡിയോസ് ഇൻട്രോ പറയാനും കുറച്ച് നേരം വീഡിയോസ് എടുക്കലും ഒക്കെ ആയിട്ട് ഇരുന്നു. പിന്നെ സലാഡ് ഉണ്ടാക്കുകയും പപ്പടം പൊരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാൽ ഇതിന് ഒരു മൂഡും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. കുറേ പേരുടെ അടുത്ത് പറഞ്ഞപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു അവസ്ഥയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തോ. അവർ വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ മക്കളുടെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ മക്കളെ കുളിപ്പിക്കാൻ കയറ്റി. കുളിപ്പിച്ചതിന് ശേഷം ഞാനും മക്കളും കൂടെ വേഗം തന്നെ കഴിക്കാനിരുന്നു. പിന്നാണ് ഹസ്ബൻഡും അനിയനും കഴിക്കാനിരുന്നത്. സ്റ്റോറേജ് തീർന്നത് കൊണ്ട് മറ്റേ ഫോണിലാണ് ഞാൻ വീഡിയോസ് എടുത്തത്. അതുകൊണ്ടാണ് ഇതിന് ക്ലാരിറ്റി കുറവ്. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുശേഷം മക്കൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു ബ്ലോഗ്സ് ഒക്കെ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം ഉറങ്ങി. ഉറക്കം എണീറ്റതിന് ശേഷം ചായയും പഴംപൊരി നഗറ്റ്സും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈദിൻ്റെ ഡേ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഈദ് മുബാറക്ക് പറഞ്ഞു അയച്ചൂട്ടാ. ഈദ് മുബാറക്ക്. ഞങ്ങൾക്ക് ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇന്നാണ് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. ഞങ്ങൾ 2 കൊമ്പൊക്കെ കെട്ടിയത് കൊള്ളാമോന്ന് ചോദിച്ചേ. കൊള്ളാമോ? കുഞ്ഞിയുടെ പുത്തൻ ഡ്രസ്സൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ട സ്കേർട്ട് ഉണ്ട്, നല്ല പൂവുള്ള ഉപ്പുണ്ട്. കണ്ടോ? കാണിച്ചു നോക്കടാ. കൊള്ളാവോന്ന് ചോദിച്ചേ. കൊള്ളാവോ? മാല കാണിച്ചു. കൊമ്പുണ്ട്. മാല കാണിച്ചു കൊടുക്ക്. മാല കണ്ട്. ഞങ്ങൾ പുതിയ മാലയാണ്. വളയൊന്നും കിട്ടിയില്ല അല്ലേടാ കൂട്ടാ? വള കിട്ടിയോ? വള കിട്ടിയില്ല. അയച്ചൂട്ടൻ്റെ പുതിയ ഡ്രസ്സ് കാണിച്ചു കൊടുത്തേ. ബ്ലൂ ഡ്രസ്സ്. എന്ത് കളറാ? ഡ്രസ്സിന്റെ കളർ എന്താ അയച്ചിട്ടുണ്ട്? ബ്ലൂ. ഏത് പാന്റ് ഏത് കളറാ? അതും ബ്ലൂവാ. ബ്ലൂ ആണോ? ആണോ പറഞ്ഞേ. എന്ത് കളറാ? ഇല്ല, എന്ത് കളറാ? ഡ്രസ്സ് ഏത് കളറാ? പർപ്പിളാണോ ഇത്? പർപ്പിളല്ല. ഏത് കളറാ പറഞ്ഞു കൊടുത്തേ.
തൊപ്പി പിങ്ക് നമ്മളെവിടെ പോവാ? ടാറ്റ പന ടാറ്റ പോകുന്നു. ലുലു പോവാണോ? ആണോ? നമ്മൾ പിന്നെ ഈദിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം നമ്മൾ കുറേ ലുലുവിലോട്ടാണ് പോയത്. അങ്ങനെ കുറേ മക്കളുമായിട്ടുള്ള കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. പോയി സണ്ണ് കണ്ട? സണ്ണിനെ കണ്ട? അങ്ങനെ പിന്നെ നമ്മൾ കുറേ ലുലുവിലെത്തി. പിന്നെ ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, ഒരു സമാധാനവും ഒക്കെയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിന്നു. ഐസുട്ടാ ഐസുട്ടാ. പിന്നെ നമ്മളിതാ ഈ പാത്രങ്ങളുടെയൊക്കെ അടുത്തോട്ട് വന്നു. ഇതാ നല്ല നല്ല സെറാമിക്കിൻ്റെ ബൗൾസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു കട്ട്ലറി സെറ്റ് ഇതെനിക്ക് നല്ല ആഗ്രഹമാണ് ഇങ്ങനെ ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ ആ പാത്രങ്ങളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വെറൈറ്റി സ്പൂണുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. കുറേ നല്ല നല്ല ഗോൾഡൻ കളറ്, ബ്രൗൺ കളറ്, സിൽവർ കളറ്, അങ്ങനെ കുറേ നല്ല സ്പൂണുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ കുറേ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടുന്നവരെ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങ് വന്നു. വരുന്ന വഴിയിൽ മക്കൾ ഉറക്കമായിപ്പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.